ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂദ്രിക ലക്ഷണശാസ്ത്രത്തെ പറ്റിയാണ്. ചർച്ചാ വിഷയമൊന്നോ അല്ലെങ്കിൽ ഒരു അവെയർനെസ് ആയിട്ടോ ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് 1850 ആ ഒരു കാലഘട്ടത്തിലേക്ക് രചിച്ചതാണ്. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഒരു അവർ ആൾക്കാരെ മനസ്സിലാക്കിയും നിരീക്ഷിച്ചതും വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കുറച്ച് ഭാഗങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ അതനുസരിച്ച് സാമൂതിരിക ലക്ഷണശാസ്ത്രം വിസ്താരമുള്ള നെറ്റി ദീർഘ ആയുസ്സിൻ്റെ ലക്ഷണമാണ് എന്നാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ ഒത്തിരി പോയിന്റുകളുണ്ട്. അപ്പോൾ ഇനിയുള്ളത് മൊത്തം അതുപോലത്തെ ഓരോ പോയിന്റുകളാണ്. അപ്പോൾ ഞാൻ രാവിലെ മുതൽ ഇരുന്ന് അതെല്ലാം എഴുതി എനിക്കിപ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റിയിലൊക്കെ കുറവുണ്ടായിരിക്കും. ഏതായാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടൻറ്റുകളുടെ ഇത് നോക്കി നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. കമ്പാരിസൺ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും കമ്പയർ ചെയ്യുന്ന ആൾ ഞാനായിരിക്കും, അത് നിങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത, ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതായത് വിസ്താരമുള്ള ഒരു നെറ്റിയാണ് ദീർഘായുസിൻ്റെ ലക്ഷണം. ഉള്ളംകൈ, അതുപോലെ തന്നെ ഉള്ളംകാല്, കണ്ണുകൾ, നഖങ്ങൾ, അണ്ണാക്ക് എന്നിവയുടെ നിറം ചുവപ്പ് ആണെങ്കിൽ അത് ഉത്തമ ലക്ഷണമായിട്ടാണ് സാമൂദ്രിക ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്തടുത്തത് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ശബ്ദവും സത്യസന്ധമായിട്ടുള്ള സംസാരവും ഉത്തമ ലക്ഷണമാണ്. ഇത് മൊത്തം ഉത്തമ ലക്ഷണങ്ങളെ പറ്റിയാണ്. മുഖം ശരീരത്തിൻ്റെ പകുതിയാണ്. ചുവപ്പ് കലർന്ന കണ്ണുകൾ ഭാഗ്യം നൽകുന്നവരാണ്. വിസ്താരമുള്ള നെഞ്ചുള്ളവർ ഐശ്വര്യവും സമ്പത്തും ജീവിത സുഖങ്ങളും ആസ്വദിക്കുന്നവനായി മാറും. വിസ്താരമുള്ള തലയുള്ളവൻ രാജാവിനെ പോലെയായി മാറും. വിസ്താരമുള്ള അരക്കെട്ടുള്ളവർ ധാരാളം സന്താനങ്ങളും പങ്കാളികളുമായി സുഖമായി ജീവിക്കും. തുടകളും പാദങ്ങളും മൃദുവും കോമളവുമായത് ഉത്തമവും പ്രശംസനീയവുമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. ധാരാളം രേഖകളുള്ള കയ്യിൽ ദരിദ്രനായിത്തീരും. കൈവെള്ളയിൽ അധികം രേഖകളുള്ളവർ ദരിദ്രനായി തീരും എന്നാണ് പറയുന്നത്. കൈയുടെ മധ്യഭാഗം ഉത്തമ ലക്ഷണത്തോടെ വിളങ്ങുന്നവൻ നല്ല ഭക്ഷണം കഴിക്കുന്നവനും ഐശ്വര്യത്തോടെ വളരുന്നവനുമായിട്ട് മാറും. ബുദ്ധിശക്തി, കീർത്തി, വിദ്യ എന്നിവ